കേരളത്തിലെ സ്ത്രീകളുടെ വരുമാനത്തിൽ വലിയ കുതിച്ചുചാട്ടം ഉണ്ടാക്കാൻ പോകുന്ന പദ്ധതിയാണ് കുടുംബശ്രീ സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾ വിപണിയിലേക്ക് എത്തിക്കുന്നതിലൂടെ മുന്നോട്ട് വയ്ക്കുന്നതെന്ന് മന്ത്രി എം പി രാജേഷ്. തൃശൂരിൽ കുടുംബശ്രീ സംരംഭകരുടെ ഉൽപ്പന്നങ്ങളെ റീറ്റെയിൽ വിപണിയിലേക്ക് എത്തിക്കുന്നതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഉൽപ്പന്നങ്ങൾ റീറ്റെയിൽ വിപണിയിലേക്ക് കൂടി എത്തുന്നതോടെ കുടുംബശ്രീക്ക് വലിയ വിപണിയാണ് തുറന്നുകിട്ടുന്നത്. കുടുംബശ്രീ ഇതിനോടകം 30 ഇനം ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കി കഴിഞ്ഞു. 155 ഇനം ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ഇനിയും വരാനിരിക്കുകയാണ്. കുടുംബശ്രീ ആരംഭിച്ച ടേക്ക് അവേ ചിക്കൻ കൗണ്ടറുകളുടെ എണ്ണം അടുത്ത വർഷത്തോടെ 1000-ആയി വർദ്ധിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കുടുംബശ്രീ ചിറക് വിടർത്തി പറക്കുക. ഇത്രകാലം ചുറ്റുവട്ടത്ത് പിച്ചവെച്ച് നടക്കുകയായിരുന്നു കുടുംബശ്രീ. കേരളത്തിലെ ഏറ്റവും വലിയ റീറ്റെയിൽ ശൃംഖലയുടെ മുതലാളിമാരാണ് ഈ ഓൾ കേരള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ. അവരുമായിട്ട് കൈകോർത്തിരിക്കുകയാണ്. ജനങ്ങൾക്കും ഇത് ഗുണമാണ്. കുടുംബശ്രീയുടെ ഏറ്റവും വലിയ മുഖമുദ്ര വിശ്വാസ്യതയാണ്, ഗുണമേന്മയാണ്. അതുള്ള ഉൽപ്പന്നങ്ങൾ ജനങ്ങൾക്ക് ലഭിക്കുന്നു എന്ന പ്രയോജനം കൂടിയിട്ട് ഏത് കോർപ്പറേറ്റ് കമ്പനിയുടെ ഉൽപ്പന്നത്തെയും വെല്ലുന്ന ആകർഷകമായ കെട്ടിലും മട്ടിലും ഇപ്പം അതും പ്രധാനമാണല്ലോ. ഗുണമേന്മയുള്ളതും രുചിയുള്ളതുമായാൽ മാത്രം പോരാ, അണിഞ്ഞൊരുങ്ങിയതായിരിക്കണം. അതാ നല്ല അണിയിച്ചൊരുക്കിയിട്ട് കുടുംബശ്രീ ഇപ്പോൾ 30 ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ രംഗത്തിറക്കിയിട്ടുണ്ട്. അതാണ് കെ ഇനം എന്ന ബ്രാൻഡ്. കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ റീറ്റെയിൽ വിപണിയിൽ എത്തിക്കുന്നതിനായി ഒപ്പുവെച്ച ധാരണാപത്രം മന്ത്രി ഓൾ കേരള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ബിനു മഞ്ഞളിക്ക് കൈമാറി. ഓൾ കേരള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ബിനു മഞ്ഞളി അധ്യക്ഷത വഹിച്ചു. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.